മാർക്കറ്റിൽ ഞാനൊരു ഷോർട്ട് സൈഡ് എൻട്രി ആണ് പ്ലാൻ ചെയ്തത്. അതിന് പിന്നിലെ റീസൺ ഏകദേശം ഇപ്പം 3 PM ക്യാൻഡിൽ, ഓക്കെ 3 PM ക്യാൻഡിൽ ഇതാണ് 3 PM ക്യാൻഡിൽ. 3 PM ക്യാൻഡിൽ ഗ്രീനാണ്. അപ്പോൾ ആൾക്കാർ എന്താ ചെയ്യുക, ഇനി മാർക്കറ്റ് ഭയങ്കരമായിട്ട് മുന്നോട്ട് പോകും, ഇനി കണ്ണും പൂട്ടി കോൾ വാങ്ങാം. ഇതാണ് ഈ എല്ലാ യൂട്യൂബ് ചാനലിനകത്തും പറയുന്നത്. ഓക്കെ, അവർക്ക് എഗെയിൻസ്റ്റായിട്ട് നമ്മളിവിടെ നിന്ന് എൻട്രി എടുത്ത്, ബിക്കോസ് അതിന് പിന്നിലെ റീസൺ ഞാൻ പറഞ്ഞുതരാം. മാർക്കറ്റ് ക്ലിയർ കട്ട് ഒരു ഇൻവെർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡർ, ഓക്കെ, ഇൻവെർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡർ പ്ലസ് ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട്, ഡേ ഹൈ ബ്രേക്കൗട്ട്. ഓക്കെ, ഈ ഡേ ഹൈ ബ്രേക്കൗട്ട്, ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട്, ഇങ്ങനെയുള്ള ഈ ബ്രേക്കൗട്ടൊക്കെ വന്നതിന് ശേഷം റീറ്റെയിലേഴ്സ് എന്താ പഠിച്ചിരുന്നത്, റീടെസ്റ്റിൽ വരുമ്പോൾ ബൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതെല്ലാം പിക്ചർ പെർഫെക്റ്റ് ആയിട്ട് ബയ്യേഴ്സിന് വേണ്ടിയിട്ടൊരു ഓപ്പർച്യൂണിറ്റി മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. സോ മാർക്കറ്റ് അവരെ SL ഹണ്ട് ചെയ്യാൻ താഴത്തോട്ട് വരും. ഓക്കെ, പിന്നെ വേറൊരു കൺഫർമേഷൻ കൂടി ഞാൻ പറഞ്ഞുതരാം. മാർക്കറ്റ് ഒരു ഇൻവെർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡറെല്ലാം ഉണ്ടാക്കിയത്. ഓക്കെ, ഇൻവെർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡർ ഉണ്ടാക്കിയാൽ അതിനകത്ത് ട്രേഡ് ചെയ്യുന്ന ആരാണ്? ഒബ്വിയസ്ലി റീറ്റെയിലേഴ്സ്. ഓക്കെ, അതൊപ്പം തന്നെ മാർക്കറ്റ് ഇതായിരുന്നു പ്രീവിയസ് ഡേ ക്ലോസ്, പ്രീവിയസ് ഡേ ലോ. ഓക്കെ, പ്രീവിയസ് ഡേ ലോ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഇത്രയും ബൈ ചെയ്തു. പിന്നെയും മാർക്കറ്റ് ആ ഏരിയയിൽ വന്നപ്പോൾ ഇത്രയും ബൈ, അതായത് ഇവിടുന്ന് ഇത്രയും ബൈ, ഇവിടുന്ന് ഇത്രയും ബൈ. അടുത്ത പ്രാവശ്യം മാർക്കറ്റ് എക്സാക്റ്റ് അതിന് ഇത്രയും മുകളിൽ പോകണമെന്നുണ്ടെങ്കിൽ ആദ്യമേ ഈ ഏരിയയിൽ നിന്ന് ഇവിടുന്ന് റിവേഴ്സ് എടുത്ത് ഇത്ര ഇങ്ങനെ പോകുമായിരുന്നു. ബട്ട് എന്തുകൊണ്ട് എക്സാക്റ്റ് ആ ബയ്യിങ് സോണിൽ, പ്രീവിയസ് ഡേ ലോ സോണിൽ അല്ലെങ്കിൽ ഡേ ലോ സോണിൽ ഇതിനൊരു സോണായി മാർക്ക് ചെയ്ത് പിന്നെ അവിടെ തന്നെ വന്ന് ബയ്യിങ് പ്ലസ് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട്, ഡേ ഹൈ ബ്രേക്കൗട്ട് എന്തിന് തന്നു? ഡേ ഹൈ ബ്രേക്കൗട്ട് തന്നതിന് ശേഷം കണ്ടിന്യൂ അതിൻ്റെ ചെറിയ പുൾ ബാക്കിൽ ഇവിടുന്ന് ഈ റെസിസ്റ്റൻസ് എടുത്ത് കണ്ടിന്യൂ ഇങ്ങനെ പോകണമായിരുന്നു. ഈ ഏരിയ തന്നെ എന്തിന് ടൈം പാസ് ചെയ്യുന്നു? സോ ഈ ഏരിയയിൽ നിറയെ ലിക്വിഡിറ്റി ക്രിയേഷനാണ് മാർക്കറ്റ് ചെയ്യുന്നു. സോ അവർക്ക് എഗെയിൻസ്റ്റ്, അതായത് റീറ്റെയിലേഴ്സിന് എഗെയിൻസ്റ്റ് നമ്മൾ എൻട്രി എടുത്തുന്നു. ഇതുവരെ ഇത് നമ്മുടെ SL, ഇത് നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, എന്തെങ്കിലും നമുക്ക് ഹിറ്റായതിനു ശേഷം ഞാൻ അറിയിക്കാം. ഓക്കെ, നമ്മുടെ ഫേവറിലാണ് മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ ടാർഗറ്റ് ഏകദേശം നമ്മുടെ എൻട്രിയിൽ നിന്ന് നിയർലി 145 പോയിൻറ്റ്സിനടുത്ത് നമുക്ക് ഹിറ്റായിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ ടാർഗറ്റ് 125 പോയിൻറ്റ്സാണ് നമ്മൾ വെക്കുന്നത്. ഈ ഒരൊറ്റൊരു മൂവ് കൊണ്ട് തന്നെ, ഈ 2 ക്യാൻഡിൽ കൊണ്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റായിട്ടുണ്ട്. കേട്ടോ, മാർക്കറ്റിൽ എത്ര സ്പീഡിലാണ് വരുന്നതെന്ന് നോക്കി മാർക്കറ്റ് താഴത്തോട്ട്. സോ ഈ വന്ന ബൈയിങ് എന്ന് പറഞ്ഞ ഈ വീക്കായിട്ടുള്ള ബയ്യേഴ്സിനെ മാർക്കറ്റ് റിമൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് അതുകൂടി എന്തെങ്കിലും ഇൻഫർമേഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഞാൻ ലൈവായിട്ട് ക്യാച്ച് ചെയ്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഞാൻ എങ്ങനെ ട്രേഡ് എടുക്കുന്നു, ഞാൻ എന്തിൻ്റെ ബേസിലാണ് ട്രേഡ് എടുക്കുന്നത്, ഞാൻ ട്രാപ്പ് ട്രേഡിങ്ങിൻ്റെ ബേസിലാണ് ട്രേഡ് എടുക്കുന്നത്. എവിടെ റീറ്റെയിലർ എവിടെ ട്രാപ്പ് ആവുന്നു അതിനനുസരിച്ച് ഞാൻ ട്രേഡ് എടുക്കുന്നതായിരിക്കും. സോ ഈ ഒരു ലൈവ് വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായെങ്കിൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ എത്രത്തോളം എന്നെ സപ്പോർട്ട് ചെയ്യുന്നോ അത്രത്തോളം ഞാൻ നല്ല കണ്ടൻറ്റുള്ള വീഡിയോസ്, ഇതേപോലുള്ള നല്ല കണ്ടൻറ്റുള്ള വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ബിക്കോസ് 3:15 ഇപ്പം മാർക്കറ്റിൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റാവുന്നു. ഈ ടാർഗറ്റ് ഹിറ്റാകാതിരിക്കും. ബട്ട് നമ്മൾ ഹാഫ് ക്വാണ്ടിറ്റി നമ്മുടെ എക്സിറ്റായി, ഫുൾ ക്വാണ്ടിറ്റി നമ്മുടെ എക്സിറ്റ് ആവും. അല്ലെങ്കിൽ നമ്മുടെ എൻട്രി ഈ ഏരിയയിൽ നമ്മുടെ ബാക്കിയുള്ള ബാലൻസ് ക്വാണ്ടിറ്റി നമ്മൾ എക്സിറ്റ് ചെയ്യും. ബിക്കോസ് BTST ഇതേപോലെയുള്ള യൂസ്ലെസ്സായിട്ടുള്ള ഒരു കാര്യങ്ങളും ഞാൻ എടുത്തിട്ട് പോകാറില്ല. BTST ഒക്കെ എടുത്തിട്ട് പോകുന്ന ആളുകൾക്കാണ് ഹ്യൂജ് ലോസ് സംഭവിക്കുന്നത്. സോ ഞാൻ എൻ്റെ ട്രേഡ് ടാർഗറ്റ് ഞാൻ പറഞ്ഞത്, എൻ്റെ ടാർഗറ്റ് ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റായിട്ടുണ്ട്, സെക്കൻഡ് ടാർഗറ്റ് ഇത്. ഓക്കെ, ഞാനിത് സെക്കൻഡ് ടാർഗറ്റ് ഹിറ്റായില്ലെങ്കിൽ തന്നെ ഒരു 5-10 മിനിറ്റിനുള്ളിൽ ഞാൻ ഈ ഏരിയ നമ്മുടെ ഈ ട്രേഡ് ഒഴിവാക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.